ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെർബിൻ്റെ ക്ലാസ്സാണ് നോക്കിയിരുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടെൻസ് ഓഫ് ദി വെർബാണ്. അതായത് പ്രസൻറ്റ് ടെൻസും പിന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അത് നമുക്ക് നോക്കാം. ഒട്ടും ലേറ്റ് ആകാതെ തന്നെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടെൻസ് ഓഫ് ദി വെർബ്. ടെൻസ് ഓഫ് ദി വെർബ് എന്ന് വെച്ചാൽ the word tense means the form of the verb. It tells the time of the action. എന്ന് വെച്ചാൽ വെർബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു ആക്ഷൻ ആണെന്ന് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് അതൊരു വേർഡാണ്. ടെൻസ് എന്ന് വെച്ചാൽ ഒരു വേർഡ് എന്ന് വെച്ചാൽ ഒരു വാക്കാണ്. അതിനെ നമ്മൾ വെർബിലോട്ട് ഫോം ഓഫ് ദി വെർബ് ആവുന്നത്. സോ അത് സൂചിപ്പിക്കുന്നത് സമയവും പിന്നെ ആക്ഷനുമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാം ഷീ ഈസ് കമ്മിങ് എന്ന് വെച്ചാൽ അതൊരു പ്രസൻറ്റ് ടെൻസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം വെച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണത്. സോ അതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുക. ഏത് സമയത്താണ് നടക്കുന്നത് അതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുക. ഇപ്പം ചിലത് കഴിഞ്ഞിട്ടുണ്ടാവും, ചിലത് ഇനി നടക്കാനിരിക്കുന്നേ ഉള്ളൂ, ചിലത് നടന്നു കാണും. ഇങ്ങനെ 3 ക്രൈറ്റീരിയ അല്ല ഇത് വരുന്നത്. സോ അതിനെയാണ് നമ്മൾ ടെൻസ് എന്ന് പറയുന്നത്. ഏത് സമയത്താണ് നടക്കുന്നത് അതിൻ്റെ സിറ്റുവേഷനും ആക്ഷനും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ടെൻസാണോ നമ്മളത് പറയുന്നത്. പ്രസൻ്റ് ആണോ ഫ്യൂച്ചർ ആണോ പാസ്റ്റ് ആണോ നമ്മൾ പറയുന്നത്. സോ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെൻസാണ് ഉള്ളതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 3 ടൈപ്പ് ഓഫ് ടെൻസാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ ടെൻസ് ആസ് 4 ഡിവിഷൻ. ഈ 3 ടെൻസിനും നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സിമ്പിൾ ഓർ ഇൻഡിഫൈനൈറ്റ്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 ഓരോ ടെൻസിലും ഈ 4 വെച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൻ ദി ആക്ഷൻ റെഫർ ടു ദി പ്രസൻറ്റ് ടൈം ദ വെർബ് ഈസ് സെഡ് ടു ബി ഇൻ ദി പ്രസൻറ്റ് ടെൻസ്. എന്ന് വെച്ചാൽ വെൻ ദി ആക്ഷൻ നമ്മൾ ഇപ്പോൾ പറയുന്നതും എടുക്കുന്നതൊക്കെ ഓരോ ആക്ഷൻ ആണല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് അതൊരു ആക്ഷൻ ആണല്ലോ. ഷീസ് ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുന്നത് ഒരു ആക്ഷനാണ്. അതുപോലെ സിംഗിങ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷനാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ആക്ഷനാണ്. അതുപോലെയാണിത്. ഇത് ഓരോ ആക്ഷനാണ്. വെൻ ദി ആക്ഷൻ റെഫേഴ്സ് ടു ദ പ്രസൻറ്റ് ടൈം. ഇപ്പോൾ നമ്മൾ സമയം നോക്കും, അത് പ്രസൻറ്റ് ആയിട്ട്. ഇപ്പോൾ കറൻറ്റായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നൗ ഷീസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻറ്റായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കറൻറ്റായിട്ട് പറയുന്ന പോലെ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് ടൈം എന്ന് പറയാം. ദ വെർബ് ഈസ് സെഡ് ടു ബി ഇൻ ദി പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ടെൻസ് വന്നിട്ട് പ്രസൻറ്റ് ടെൻസ് ആവും. ഇപ്പോൾ കറൻറ്റായിട്ട് നമ്മൾ പറഞ്ഞു ഷീസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ആകുമ്പോഴത്തേക്കും അത് പ്രസൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഒന്നാമത്തെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ അടുത്ത പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഡിവിഷനുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. A verb in the simple present tense, this denotes an action which command in the present time. In short, എന്ന് വെച്ചാൽ വെർബിൻ്റെ വെർബ് എന്ന് വെച്ചാൽ ഒരു ഇതാണല്ലോ ആക്ഷൻ. സോ വെർബിൻ്റെ സിമ്പിളായിട്ട് പറയുന്ന ഒരു ടെൻസാണ് അത് പ്രസൻറ്റ് ടെൻസ്. അത് ചെയ്യുന്നത് ആക്ഷനാണ്. ആക്ഷൻ വിച്ച് കമൻറ്റ് ഇൻ ദി പ്രസൻറ്റ് ടൈം. ഇൻ ദി ഷോർട്ടായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യമായിട്ട് നമ്മൾ പറയുന്നതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ദ സൺ റൈസ് ഇൻ ദി ഈസ്റ്റ്. ഇപ്പോൾ നമ്മൾ പറയാം ദ സൺ റൈസ് ഇൻ ദി ഈസ്റ്റിൽ തന്നെയാണ്. സൂര്യൻ ഉദിക്കുന്ന ഈസ്റ്റിൽ തന്നെയാണ്. നമുക്കത് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ദ സൺ റൈസ് ഇൻ ദി ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണ്. ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്. അതിപ്പം ഡെയിലി കാലങ്ങളായിട്ട് പ്രസൻ്റായിട്ട് നടക്കുന്ന കാര്യമാണ്. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾ പറയാം സൺ റൈസ് ഇൻ ദി ഈസ്റ്റ്. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്കത് പറയാൻ പറ്റത്തില്ല സൺ റൈസ് ഇൻ ദി ഈസ്റ്റ്. അപ്പോൾ നടക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ദ സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ് എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണെന്ന് പറയാം. സൺ റൈസ് ഇൻ ദി വെസ്റ്റ്. പിന്നെ അതേപോലെ ക്രോസ് ഓഫ്റ്റൺ സ്റ്റീൽ എന്ന് വെച്ചാൽ ക്രോസ്, അതായത് കാക്കകൾ എപ്പോഴും മോഷ്ടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സ്റ്റീൽ മോഷണം. ഇറ്റ് റെയിൻസ് എവറി ഡേ. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മഴ പെയ്യാം. സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്. എല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട്. മൈ സിസ്റ്റർ ലീവ്സ് ഇൻ ബോംബെ. എൻ്റെ അനിയത്തി ബോംബെയിലാണ് താമസിക്കുന്നത്. ദേ പ്ലേ ഫുട്ബോൾ എവറി ആഫ്റ്റർനൂൺ എന്ന് വെച്ചാൽ എല്ലാവരും എവറി ആഫ്റ്റർനൂൺ ഒരു ഉച്ച സമയത്ത് ഫുട്ബോൾ കളിക്കും. ഇതാണ് നമ്മൾ പറയുന്നത്. സിമ്പിളായിട്ട് പറയുന്ന കാര്യമാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ടെൻസാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പഠിക്കേണ്ട ഒരു
ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് എന്നോട് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയം തോന്നുവാണെങ്കിൽ തന്നെ അത് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഒരു ചെറിയ സംശയം പോലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഇതെന്താ എനിക്ക് മനസ്സിലായില്ല, എന്ത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ അതിനുള്ള റിപ്ലൈ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലും ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.